പ്രേക്ഷകരെ, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ജന്തർ മന്ദറിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ? നമ്മുടെ നാട്ടിലെ പലരും ആ പ്രക്ഷോഭത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ സംസാരിക്കുകയും അനുകൂലിക്കുന്ന പലരും അവിടെ പോയി പിന്തുണ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഈ ജന്തർ മന്ദർ സമരത്തെ പിന്തുണച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിന് പിന്നാലെയുള്ള വിമർശനങ്ങൾ തന്നെ ബാധിച്ചിട്ടില്ല എന്ന് പറയുകയാണ് വിസ്മയ മോഹൻലാൽ. സമൂഹ മാധ്യമങ്ങൾ കമന്റുകൾ ഒന്നും വായിക്കാറില്ല എന്നും ഗലാട്ടെ പ്ലസ് എന്നൊരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ വിസ്മയ പറഞ്ഞു. താരപുത്രി ആയതുകൊണ്ട് താൻ എപ്പോഴും ആളുകളുടെ നിരീക്ഷണത്തിലാണെന്ന് തോന്നിയിട്ടേയില്ല. സിനിമയേക്കാൾ താല്പര്യം തിയേറ്ററിനോടായിരുന്നു. സിനിമയിലേക്കുള്ള വരവിൽ തന്റെ ശരീരപ്രകൃതിയും മലയാളം സംസാരിക്കാനുള്ള രീതിയിലും ആശങ്കയുണ്ടായിരുന്നുവെന്നും വിസ്മയ പറഞ്ഞു. ആനന്ദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആനന്ദ്, ഗുഡ് മോർണിംഗ്. ഈ ജന്തർ മന്ദർ സമരത്തിനെ പലരും പിന്തുണച്ച് പോസ്റ്റിരുന്നു, പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ നിന്നുള്ള പലരും പിന്തുണച്ച് പോസ്റ്റിരുന്നു. പക്ഷെ അതിൽ ആദ്യത്തെ ആളുകളിൽ പ്രധാനിയായിരുന്നു വിസ്മയ മോഹൻലാൽ. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പം മറ്റ് താരപുത്രരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരെ പോലെയല്ല, കുറച്ച് വഴിമാറി സഞ്ചരിക്കുന്നവരാണ് ലാലേട്ടൻ്റെ രണ്ട് മക്കളും. ഇപ്പം പ്രണവാണെങ്കിലും വിസ്മയാണെങ്കിലും രണ്ടുപേരുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു താരജാടയൊന്നും ഇല്ലാത്ത രണ്ടാളുകളാണ്. അപ്പോൾ വിസ്മയുടെ ഭാഗത്തു നിന്ന് തുടക്കത്തിലെ ഇങ്ങനെ ഒരു പ്രതികരണം, ഇങ്ങനെയാണോ കേന്ദ്രം ഒരു ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയാണോ ഒരു സമരത്തോട് കേന്ദ്രം സ്വീകരിക്കേണ്ട നിലപാട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമ പോസ്റ്റ് ചെയ്തു. അതിന് പിന്നാലെ കുറച്ച് സൈബർ ആക്രമണങ്ങളും ഈ വിസ്മയയ്ക്ക് നേരിടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ വിസ്മയ പറയുന്നത്. എന്താ ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞത്? നമുക്കത് ഒരു ഓൺലൈൻ ചാനൽ നൽകിയ ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ പൂർണ്ണ അർത്ഥത്തിൽ അത് നമുക്ക് കുറേ ഭാഗമൊന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയില്ല. സാങ്കേതിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അപ്പം ആനന്ദ് അത് മുഴുവൻ കേട്ട് കാണും. എന്തൊക്കെയാണ് വിസ്മയ പറയുന്ന കാര്യങ്ങൾ? സേതു, ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഈ തെന്നിന്ത്യൻ സിനിമകളെക്കുറിച്ചും ഈ മാധ്യമരംഗത്തെ ഇടപെടലുകളെക്കുറിച്ചും ഒക്കെ ഭരദ്വാജ് കൈകാര്യം ചെയ്യുന്ന ഗലാട്ട പ്ലസ് എന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് വിസ്മയ മോഹൻലാലിൻ്റെ അഭിമുഖം വരുന്നത്. അത് സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജന്തർ മന്ദർ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിസ്മയ മോഹൻലാൽ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട് കൂടിയിട്ടാണ് ഈ അഭിമുഖം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ തെരുവോരങ്ങളിൽ സമരത്തെ ബാരിക്കേഡുകൾ കൊണ്ടും ലാത്തികൾ കൊണ്ടും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ സമരത്തെ ചോരയിൽ മുക്കി കൊല്ലുന്ന രീതി, അത് കണ്ടിട്ട് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ നമുക്കും ഈ അനുഭവം ഉണ്ടായേക്കാം, അത് അപകടകരമാണ് എന്നൊരു സൂചന നൽകുന്ന ഒരു പക്ക പൊളിറ്റിക്കലായിട്ടുള്ളൊരു പോസ്റ്റായിരുന്നു. ആ പോസ്റ്റ് ഷെയർ ചെയ്യുക മാത്രമാണ് വിസ്മയ മോഹൻലാൽ ചെയ്തത്. പിന്നീടാണ് സേതു പറഞ്ഞതുപോലെ ഒരു സെലിബ്രിറ്റിയുടെ അറിയപ്പെടുന്ന ഒരു അഭിനേതാവിൻ്റെ മകൾ എന്ന നിലയിൽ അങ്ങനെ ഒരാൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വിവാദങ്ങളും അതിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യങ്ങളിലൊക്കെയാണ് ഈ ഭരദ്വാജിൻ്റെ ചോദ്യം വിസ്മയോട് ഉണ്ടാകുന്നത്. വിസ്മയ പറയുന്നത് താൻ അങ്ങനെ ഒരു ഇടപെടൽ നടത്തുമ്പോൾ ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുമെന്നൊന്നും കരുതിയില്ല. ഏതായാലും അത്തരം കമൻറ്റുകളൊന്നും താൻ വായിക്കാൻ സമയം കൊടുക്കാറില്ല, അതിന് മെനക്കെടാറുമില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ മനസ്സമാധാനത്തിന് ഈ കാര്യങ്ങൾ ബാധിക്കാറുമില്ല എന്ന് വളരെ നിസ്സാരമായി തന്നെ ആ കാര്യങ്ങളെ കാണുകയാണ് ചെയ്തത്. മാത്രമല്ല, കേരളത്തിന് പുറത്താണ് പഠനകാലത്തിൻ്റെ കൂടുതൽ സമയം ചെലവഴിച്ചത് കൊണ്ട് ഒരു താരപുത്രിയുടെ മകൾ എന്ന നിലയിലുള്ള വലിയ ബുദ്ധിമുട്ടുകളൊന്നും തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഏതായാലും ആ സമരവുമായി ബന്ധപ്പെട്ടെടുത്ത നിലപാടിൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ നെഗറ്റീവായുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളോട് ഒരുപാട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലർക്കും പറയാനുണ്ടാകും. അതിലൊന്നും സമയം കണ്ടെത്താനോ അതൊക്കെ ശ്രദ്ധിച്ച് അതിൽ മാനസികമായി ഉടക്കി നിൽക്കാനോ ശ്രമിക്കാത്തത് കൊണ്ട് തന്നെ തൻ്റെ മനസ്സമാധാനത്തിൻ്റെയും സന്തോഷത്തിനെയും ഒന്നും ബാധിക്കാറില്ല എന്ന് വളരെ അസന്നിഗ്ധമായി വിസ്മയ പറയുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല, സിനിമയേക്കാൾ കൂടുതൽ നാടകമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്നും നാടകത്തിൽ അഭിനയിക്കുമ്പോഴാണ് ജീവിച്ചിരിക്കുന്നുവെന്ന് തോന്നുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ പൊതുവിൽ പറഞ്ഞു പോവുകയാണ് വിസ്മയ മോഹൻലാൽ ചെയ്തത്. സേതു. ഓക്കെ ആനന്ദേ.